നിങ്ങൾ ഒരിക്കലെങ്കിലും ഗാങ്ടോക്കിൽ സിക്കിമിലൊക്കെ വരാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കറക്റ്റ് നമ്മൾ പ്ലാനും ബജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ്സിലിരിക്കുന്ന സ്ഥലം ഏറ്റവും മുന്നിലാട്ടോ. ട്രഡീഷണൽ ഫുഡ് വന്നിട്ടുണ്ട് നമ്മുടെ. ഹായ് ഗൈസ്, ഇന്നെൻ്റെ യാത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഹിമാലയൻ മലനിരകൾക്കിടയിലെ ചെറിയ സംസ്ഥാനമായ സിക്കിമിലേക്കാണ്. ബുദ്ധമത സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും മഞ്ഞുമലകളും ശുദ്ധമായ അന്തരീക്ഷവും കൊണ്ട് പ്രശസ്തമായ ഒരു ചെറിയ സംസ്ഥാനമാണ് സിക്കിം. ദ ഗ്രീൻ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സിക്കിമിന്റെ തലസ്ഥാന നഗരമാണ് ഗാങ്ടോക്ക്. മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന അതിസുന്ദരമായ ഒരു ഹിൽ സ്റ്റേഷൻ കൂടിയാണ് ഗാങ്ടോക്ക്. ഒട്ടുമിക്ക യാത്രാപ്രേമികളുടെയും ബക്കറ്റ് ലിസ്റ്റിലെ ഒരിടമായിരിക്കും ഗാങ്ടോക്ക്. അതുകൊണ്ട് തന്നെ ഗാങ്ടോക്കിലേക്ക് എങ്ങനെ എത്താം, ഗാങ്ടോക്കിൽ എന്തൊക്കെയാണ് ുള്ളത്, സിക്കിം എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ കൂടുതലായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ യാത്ര തുടങ്ങുന്നത് ഗുവാഹത്തിയിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഗാങ്ടോക്കിലേക്ക് എത്താന്നുള്ളത് ആദ്യമായിട്ട് പറയുന്നത്. കന്യാകുമാരിയിൽ നിന്നും ആസാമിലെ ദിബ്രുഗ വരെ പോകുന്ന ഡെയിലി വിവേക് എക്സ്പ്രസിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്നും യാത്ര ആരംഭിക്കാം. ബംഗാളിലെ ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിലാണ് നിങ്ങൾ ഇറങ്ങേണ്ടത്. ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ. ഇനി ഇവിടുന്ന് നമ്മൾ ഒന്നെങ്കിൽ സിലിഗുരി ബസ് സ്റ്റാൻഡ് പോകണം, അവിടുന്ന് ഗാങ്ടോക്കിലേക്ക് ബസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ഗാങ്ടോക്കിലേക്ക് ഷെയർ ടാക്സി. ഒരാൾക്ക് വരുന്ന റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗാങ്ടോക്കിലേക്കും ഡാർജിലിംഗിലേക്കും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇറങ്ങേണ്ട സ്റ്റേഷനാണ് ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷൻ. സിലിഗുരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും അധിക ട്രെയിനുകൾ ന്യൂ ജൽപൈഗുരി വഴിയാണ് കടന്നു പോകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗാങ്ടോക്കിലേക്ക് നേരിട്ട് ഷെയർ ടാക്സി ആണെങ്കിൽ ഒരാൾക്ക് വരെ 500 മുതൽ 600 രൂപ വരെയാണ്. ഒരു ബജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് എത്തുന്നത് SNT ബസ് സ്റ്റേഷനിലാണ്. ഗവൺമെന്റ് ഓഫ് സിക്കിമിന്റെ ബസ്സിൽ നിങ്ങൾക്ക് വെറും 240 രൂപ മുതൽ നിങ്ങൾക്ക് ഗാങ്ടോക്കിലേക്കുള്ള ബസ് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. AC നോൺ AC ടിക്കറ്റ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് Paytm, റെഡ് ബസ് പോലുള്ള ആപ്പുകൾ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കൗണ്ടർ ടിക്കറ്റ്സും അവൈലബിൾ ആണ്. രാവിലത്തെ ആദ്യത്തെ ബസ് 6 മണിക്കാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ സിക്കിമിലെ കാഴ്ചകളാണ്. സിക്കിം ബസ് കയറിയിട്ട് ഏറ്റവും മുന്നിലായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ബംഗാളിലുള്ളത് വിത്തിൻ 15 മിനിറ്റ്സ് പെർ ഹവേഴ്സ് നമ്മൾ എത്തും, സിക്കിമിലേക്ക് എത്തും. ഓക്കെ, അവൻ ആ ബസ്സിലിരിക്കുന്ന സ്ഥലം ഏറ്റവും മുന്നിലാട്ടോ. ക്ലീനർ, നമ്മളെ ട്രിപ്പ് മാനേജർ സെൽവീൻ ആൻഡ് നമ്മളെ ബീഹാരി ഭായ്, അയാളെ ഗാങ്ടോക്കിൽ വർക്ക് ചെയ്യാണ്. സിക്കിം നാഷണലൈസ്ഡ് ട്രാൻസ്പോർട്ട് എന്ന സിക്കിം ഗവൺമെൻറ് കീഴിലുള്ള ഈ ഒരു ബസ് സ്റ്റേഷൻ വഴിയായിട്ടും നിങ്ങൾക്ക് ബംഗാളിൻ്റെ NBSTC വഴിയായിട്ടും നിങ്ങൾക്ക് ഗാങ്ടോക്കിലേക്ക് ബസ് ലഭ്യമാണ്. എന്നിരുന്നാലും ഏറ്റവും കംഫർട്ടായിട്ടുള്ള യാത്ര ലഭിക്കുക ഈ SNT ബസ്സിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനോഹരമായ കാഴ്ചകളും നദികളും മലകളും ഡാമുകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഏകദേശം സിക്കിമിൻ്റെ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. റാങ്പോ നഗരമാണ് സിക്കിമിൻ്റെ ഒരു ബോർഡറായിട്ട് വരുന്നത്. സിലിഗുരിയിൽ നിന്നും ഗാങ്ടോക്കിലേക്ക് വരുന്നത് 5 മണിക്കൂർ യാത്രയാണ്. ഒടുവിൽ നമ്മൾ ഗാങ്ടോക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഗാങ്ടോക്കിലെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, അതുപോലെ നല്ല കോടമൂടി ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇതായാലും നമ്മൾ റൂമിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചു തരാം. ഇതാണ് ഗാങ്ടോക്കിലെ SNT ബസ് സ്റ്റേഷൻ വരുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് റൂം കേട്ടോ. അതുപോലെ ഇതാണ് റൂമിന് ഒരാൾക്ക് പെർ ഹെഡ് വരുന്ന 300 രൂപയാണ്. അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നമ്പറും കാര്യങ്ങളൊക്കെ. ഇത് നമ്മളെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ SNT റെയിൽവേ സ്റ്റേഷൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് അടിയിൽ ഇറങ്ങണം. ഓൾസോ ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് ദ വ്യൂ, വെരി ഫാന്റാസ്റ്റിക് വ്യൂ ആണ്. ഓക്കെ, നമുക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ദിവസം നമ്മൾ MG റോഡ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റ് കൂടെ ആണ്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫുഡ് ട്രൈ ചെയ്യണം. മാത്രമല്ല നമുക്ക് മറ്റന്നാൾക്കുള്ള നാത്തുലം പാസ് പോകാനുള്ള ബൈക്കും കാര്യങ്ങളൊക്കെ നോക്കണം. സോ ഈ വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് കാണാം. ഞങ്ങൾ MG മാർക്കിൽ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ട്രീറ്റാണ്. ഗാങ്ടോക്കിന്റെ സെന്ററിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ റൂമിന്റെ അവിടെ 200 മീറ്റർ ദൂരേ ഉള്ളൂ. ഞങ്ങള് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കോസ്റ്റ്യൂം നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട സ്പോട്ടാണ് MG ബർഗ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആണ്. മാത്രമല്ല ഒരുപാട് ഷോപ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഗൈസ്, ഇതൊക്കെ നമ്മുടെ പിള്ളേരാട്ടോ.
സ്ട്രീറ്റിൽ ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ നമുക്കിവിടെ ഭക്ഷണ വിഭവങ്ങളും അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പ്രധാനപ്പെട്ട ലാൽ ബസാറിലോട്ടാണ്. ഇവിടെയാണ് മെയിൻ ഷോപ്പിംഗ് ഏരിയ. നല്ല ആൾക്കാരുണ്ട്. ഈ സാധനം ഇവിടെ ഭയങ്കര നിർബന്ധമാണ്. ബിക്കോസ് നമ്മുടെ കൊൽക്കത്തയിലും അത് ബീഹാർ ആസാമത്തെ കൂടെ പോയോണ്ടുള്ള അനുഭവം കൊണ്ട് പറയണേ, ഇവിടെയൊക്കെ ഭയങ്കരമാണ്. ഈ കുടുക്ക തുപ്പിയിടുന്നു, പാൻ തുപ്പിയിടുന്നു ഒക്കെ ഭയങ്കരമായിട്ടു. അപ്പോൾ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവിടെ വന്നിട്ട് നമ്മളെ ഗാങ്ടോക്ക് ഭയങ്കര വൃത്തിയാണ്. അതുകൊണ്ട് എന്തോ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളും വളരെ വൃത്തിയോടെയാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. അമേസിങ്. ഗൈസ്, ലാൽ ബസാർ ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് കോംപ്ലക്സ് ആട്ടോ. അപ്പോൾ കുറച്ചകത്തോട്ട് കയറാനുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ടൊക്കെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു മാർക്കറ്റ്സ് ആണ്. ഇവിടെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ. പഴം കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ കാണലില്ല ഈ സാധനങ്ങളൊന്നും നമ്മളെ നാട്ടിൽ. നമ്മളിവിടെ വന്നിട്ട് പിന്നെ പൊതുവെ കാണില്ല. ചേമ്പിനുണ്ട്. അയ്യാ ഗൈസ്, നമ്മുടെ നാട്ടിൽ ചേമ്പിൻ തണ്ടൊക്കെ ഇവിടെ നല്ല സെയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് വന്നാലേ ഉപകാരമാവും അല്ലേ? ഷുവർ ഗൈസ്, ഇതൊക്കെ ഇവിടെ ആണല്ലേ. ഇവിടെ ഒരു ഉള്ളിലോട്ട് സ്ട്രീറ്റോട് കൂടുന്നതോറും എന്താണ് ഇവിടുത്തെ ലോക്കൽ ആവശ്യമുള്ള സാധനങ്ങളെ ഒരു വലിയ ലിസ്റ്റാണ്. ഓക്കെ, ഇതെന്താണോ അല്ലേ? ഹായ്. ആൻഡ് ഇവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു മാർക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളിലോട്ട് വന്നത് നമ്മളെ ദൈനംദിന ഇവിടെ കുറച്ച് ഇപ്പോൾ അടച്ചിട്ടുണ്ടോ. നമ്മളെ അച്ചപ്പൊക്കെ കണ്ടോ അവിടെ? അച്ചപ്പം, യെസ്, അച്ചപ്പം. ആൻഡ് ഇവിടെയും ഒരുപാട് പച്ചക്കറി ഐറ്റംസ് കാണുന്നുണ്ട്. ഇത് നമ്മളെ പറഞ്ഞ പോലെ തന്നെ ലാൽ ബസാറിന്റെ ഉള്ളിലുള്ള സ്ഥലം കേട്ടോ. ഓക്കെ, മാർക്കറ്റിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് രണ്ടുപേർ അവിടെ ഇരുന്ന് ലുഡോ കളിക്കുന്നത് കാണുന്നത്. അവരുടെ ഫ്രീ സമയം ഉപയോഗപ്പെടുത്തുന്നു. ഗൈസ്, ഉള്ളിലേക്ക് പോകുന്നവർ കൂടുതൽ നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഫ്രൂട്ട്സ്, പച്ചക്കറി, പലചരക്ക് സാധനങ്ങളൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഇതിന് താഴെ നല്ലൊരു ഡൽഹി കാസ നല്ലൊരു മുറാദാബാദി ബിരിയാണി ഉണ്ട്. നമ്മള് ഗാങ്ടോക്കിൽ എന്ത് കഴിക്കാൻ വേണ്ടി വന്നാണ്? ട്രഡീഷണൽ ഫുഡ്. ഏതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്? നമ്മള് കാണിക്കാം. വെജ് തുപ്പൊന്ന്, പിന്നെ വെജ് തായ്പോ, പിന്നെ ആലു മിനി. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡ് കഴിക്കാൻ പറ്റിയ സ്പോട്ടാണ്. നമ്മുടെ മാളിന്റെ പേരെന്തായിരുന്നു? വെസ്റ്റ് പോയിന്റ് മാളിന്റെ നേരെ താഴത്ത് വരുന്നത് കേട്ടോ. ഇവിടെ മാത്രല്ല ചായ സ്പോർട്സ് വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്നാക്സ് വരുന്നുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട് നമ്മളെ. യെസ്, ആലുമിനിയാണ്. ആലുമിനി അല്ല, എനിക്ക് വേണ്ട ഈ സാധനം. എന്റെ മൂഡ് പോയി. മൂഡിൽ ഇതെന്താ നൂഡിൽസോ? അപ്പൊ ഗൈസ്, ഗാങ്ടോക്ക് വെച്ചാൽ നൈറ്റ് ലൈഫിന് വേണ്ടി നല്ലൊരു സ്ഥലമാണ്. പക്ക ഭയങ്കര വൃത്തി, ക്ലീനുള്ള സ്പേസ്. അതെ, ഭയങ്കര കേട്ടോ. ഇവിടുത്തെ ആൾക്കാരായാലും ഭയങ്കര അലമ്പ്, സൗണ്ട് ഇല്ല. വണ്ടിയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ കൊണ്ട് കുറെ ഡാൻസ്. കോഴിക്കോട് ഞാൻ കുറ്റം പറയില്ല. അതൊന്ന്. രണ്ടാമത്തത് പിന്നെ ഭയങ്കര സൗണ്ട്, അലമ്പ് പ്രശ്നങ്ങളില്ല. ആൾക്കാരായാലും ഭയങ്കര ക്വയറ്റാണ്. പിന്നെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഗാങ്ടോക്കിൽ സിക്കിമിലൊക്കെ വരാന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കറക്റ്റ് നമ്മൾ പ്ലാനും ബജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ പാർട്ടാണ് സിക്കിം വ്ലോഗിൻ്റെ. അപ്പോൾ ഇതിവിടെ അവസാനിക്കുകയാണ്. നാളെ പെരുന്നാളാണ്. അപ്പോൾ പെരുന്നാൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ വ്ലോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. സോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.